എല്ലാവർക്കും വിഷുദിനാശംസകൾ. വിഷു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും ഹാപ്പി വിഷു. വിഷുവിൻ്റെ അന്ന് നമ്മളൊരു ഉച്ചയായപ്പോഴത്തേന് മാറ്റി റെഡി ആയിട്ടുണ്ട്. ഈയിടെ എല്ലാ വിഷുവും നോമ്പിനായതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും പോവാറൊന്നുമില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങളുടെ എല്ലാ ഓണം പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത്. അപ്പം നമ്മുടെ സെറ്റ് ഓഫ് ഗ്യാങ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കുട്ടികളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി വിഷു സദ്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു ഈ ഒരു സദ്യക്ക്. അങ്ങനെ സദ്യ ഓളുടെ മുന്നിൽ വെച്ചപ്പോൾ അന്നമോളുടെ ഒരു പൊലിവ് കണ്ടില്ലേ. അതിനുശേഷം മാലുമൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മക്കളെ ഒന്ന് കഴിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അവരുടെ കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്നാവും. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, മക്കളെല്ലാവരും നന്നായി തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർ ഒറ്റ കറികളൊന്നും ബാക്കിയാക്കാതെ ഇല ഫുള്ള് ഫിനിഷാക്കി കഴിച്ചിരുന്നു. നമ്മൾ ഈ സദ്യ കഴിക്കാൻ വരുന്നതന്നെ ഇവിടുത്തെ അമ്മയുടെ പായസം കഴിക്കാനാണ്. ഇവിടുത്തെ അമ്മയുടെ പായസം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഏറ്റവും ടേസ്റ്റിൽ സദ്യ കഴിച്ചത് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വിഷുവും ഓണമൊക്കെ ഇതുപോലെ ഒന്ന് ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ വിഷു നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചിരുന്നു. കാരണം തലേ ദിവസം നല്ല അടിപൊളിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു. പിറ്റേന്ന് ഇതുപോലെ നമ്മൾ സദ്യ കഴിച്ചു. നമ്മളെ ഫുൾ സെറ്റ് ഓഫ് ഗ്യാങ്ങിൻ്റെ ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ കോഴിക്കോടിലേക്കാണ് പോകുന്നത്. റാഫിൻ്റെ ഫ്രണ്ടിനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ ചുരമിറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. നമ്മുടെ വയനാട്ടുകാർക്ക് ഈ ചുരമിറങ്ങാതെ എവിടെയും പോകാൻ പറ്റില്ല. എന്താലേ, നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരം നല്ല സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഇവിടുത്തെ വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ചുരത്തിലൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് നേരം വൈകിയിരുന്നു. ഉച്ചയ്ക്ക് സദ്യ കഴിച്ച് നമ്മൾ അപ്പോഴേ ഇറങ്ങിയതാണ്. അതിനുശേഷം നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ പാതി വഴിയായപ്പോൾ ഞാനൊരു ടെൻഡർ കോക്കനറ്റിൻ്റെ ജ്യൂസും സാൻഡ്വിച്ചും കഴിച്ചിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാ ടൗണുകളും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഫൈനലി നമ്മൾ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തിയപ്പോഴത്തേന് വരാനുള്ള ആളൊക്കെ പുറത്തിറങ്ങിയിരുന്നു. അല്ലെങ്കിലും ഞങ്ങളെവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എയർപോർട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടിക്കയറി വണ്ടിയിൽ കയറിയതായിരുന്നു. കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് തോന്നിയത് വേണ്ടായിരുന്നു എന്ന്. ഒടുക്കമത്തെ ട്രാഫിക് ബ്ലോക്കും പിന്നെ ഏടിയും കയറാനുള്ള ടൈമും ഇല്ല. അങ്ങനെ വന്ന ആളെയും പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മന്തി റൈസും ഷവായി ആയിരുന്നു കഴിച്ചത്. ഫുഡിനെ പറ്റി ഒന്നും പറയാനല്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു നാരങ്ങ സർബത്തും കുടിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി.